അൽഹംദുലില്ലാ അങ്ങനത്തെ പോകാനുള്ള ദിവസങ്ങൾ ഏകദേശം അടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ തന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റും നമുക്ക് വേണ്ട ലിസ്റ്റും അങ്ങനെ ഓരോന്നും ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ വച്ചിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നതനുസരിച്ച് ടിക്കറ്റ് പോവുക അങ്ങനെയാണല്ലോ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്ന് രാവിലെ തന്നെ ഞാൻ ചാവടിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വച്ചു പിടിച്ചു. അവിടെ വാപ്പാടെ കൂടെ ചെന്നിട്ട് കുറച്ചധികം കടകളിൽ കയറിയിട്ട് ഞാൻ കാർട്ടൂൺ ബോക്സിന് വേണ്ടിയുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു കേട്ടോ. പക്ഷേ ബാഡ്ലി നമുക്കത് കിട്ടിയില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരെണ്ണം എനിക്ക് കിട്ടാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്. പിന്നെ എന്നാലും കിട്ടിയതായിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. കാരണം നമുക്ക് ഒരാൾക്ക് 30 kg ആണല്ലോ വരുന്നത്. അപ്പോൾ ആ ഒരു സൈസിൽ മാനേജ് ചെയ്ത് പോകുന്ന ബോക്സ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. പിന്നെ അതുപോലെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് എൻ്റെയും മോൻ്റെയും നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ട് കേട്ടോ. എങ്ങനെയാണ് കാര്യങ്ങൾ മാനേജ് ചെയ്യാമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പം അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. കാരണം മറ്റേ ഹസ്ബൻഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ സ്ഥിരം ചെയ്യുന്ന ആൾക്കാരാണെന്നുകൊണ്ട് നമുക്ക് ടെൻഷനില്ല, അവർക്ക് കാര്യങ്ങളൊക്കെ അറിവൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് അങ്ങനെ ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് അത്യാവശ്യം നല്ല ടെൻഷനുണ്ട്. എൻ്റെ മോന് ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഓരോ ദിവസവും തള്ളി തള്ളി പോകുന്നത്. പിന്നെ നമുക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടമുണ്ട്. പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ അടുത്ത കുറച്ച് നാൾ മുന്നേ ഉണ്ടോ നമ്മളിങ്ങനെ ഷിഫ്റ്റിങ്ങിനെ കുറിച്ചിട്ടുള്ളൊരു പ്ലാനിങ്ങും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നത്. ഒരു സഡൻ പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ ഞാൻ പാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം വീട്ടിലിരുന്ന് പ്രകൃതിയെല്ലാം കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് വൈകുന്നേരമായപ്പോൾ ഞാൻ അതങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ചിപ്സും കഴിച്ചിട്ട് അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മോനിക്ക് പനി, ചുമ, ജലദോഷം മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലൈമറ്റ് ഭയങ്കര മോശമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരെ പോന്നിട്ട് നേരെ കടയിൽ കയറി കുറച്ച് സാധനങ്ങൾ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു.